അന്ന് രാത്രി തന്നെ അവിടെ അഡ്മിറ്റായി. അപ്പോൾ കാല് വെക്കുന്ന സൈഡിൽ ഇഷ്ടിക വെച്ച് പൊക്കിയിട്ട് കാൽഭാഗം ഉയർത്തിയിട്ട് കിടക്കാനാണ് പറഞ്ഞത്. അങ്ങനെ ഏകദേശം പിന്നെ എനിക്ക് ഭയങ്കര ടെൻഷനായിട്ട് അത് എന്താവും, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയതിനെ കൊണ്ട് ഇത്ര വരെ കഷ്ടപ്പെട്ട ഒരു കുഴപ്പമില്ലാണ്ട് ഈ 6.5 മാസം വരെ എത്തിച്ചിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇത് കേൾക്കും ഭയങ്കര ടെൻഷനായി. അപ്പോൾ ഞാൻ അടുത്ത് കിടക്കുന്ന എൻ്റെ ബെഡിൻ്റെ അടുത്ത് കിടക്കുന്നവരൊക്കെ ഓരോരോ പ്രശ്നങ്ങളായിട്ട് വന്നവരാണ്. 7-ാം മാസം വന്ന് അഡ്മിറ്റ് ആയവരുണ്ട്. പക്ഷെ എന്തോ ദൈവം സഹായിച്ച് ഒരാഴ്ച ഞങ്ങൾക്ക് അവിടെ നിൽക്കേണ്ടി വന്നിട്ടുള്ളൂ. ബാക്കി ഡോക്ടർ പറഞ്ഞ് വീട്ടിൽ പോയിട്ട് ഇതേപോലെ തീരെ ഇങ്ങനെ എന്താ പറയുക, എങ്ങോട്ടും നടക്കാനോ ഇരിക്കാനോ ഒന്നും അധികം ഇരിക്കാനോ ഒന്നും പാടില്ല, ഇതേപോലെ ഫുൾ ബെഡ് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. വീട്ടിൽ പോയി ഇതേപോലെ ബെഡിൽ ഇഷ്ടിക വെച്ചിട്ട് പിന്നെ അങ്ങനെ തന്നെയാട്ടോ വീട്ടിൽ കിടന്നത്. എന്താ ടെൻഷൻ കൊണ്ടാണോ ഈ പ്രഗ്നൻസിയിലെ ഇതുകൊണ്ടാണോ എന്നറിയില്ല, ഫുഡൊന്നും ഞാൻ കഴിക്കില്ലേനപ്പോൾ എനിക്ക് വെയിറ്റ് കൂടേണ്ട സ്ഥാനത്ത് എനിക്ക് ഓരോ ടൈം ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ വെയിറ്റ് കുറഞ്ഞ് പോവുകയാണ് ചെയ്തത്. അപ്പം ഡോക്ടറോട് അതിനെപ്പറ്റി ഞാൻ ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് അത് കുഴപ്പമില്ല, കുട്ടിക്ക് വെയിറ്റ് ഉണ്ടല്ലോ, അപ്പോൾ കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഞാനത് കാര്യമാക്കിയില്ല. അങ്ങനെ 6.5 മാസം തൊട്ട് ഒരേ കിടപ്പ് ഞാൻ കിടന്ന് എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു കേട്ടോ. കാരണം ഞാൻ ദിവസവും ഹോസ്പിറ്റലിൽ വന്ന അന്ന് തൊട്ട് ഞാൻ കരച്ചിൽ തന്നെയാണ്, ഫുൾ ടൈം കരച്ചിൽ, ടെൻഷൻ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ എന്താ പറയുക ഭയങ്കര ദേഷ്യം കാര്യം. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഹോസ്പിറ്റലിൽ നിൽക്കുമ്പം അവിടെ ഒരു സേഫായ പോലെ എനിക്ക് തോന്നി. കാരണം എപ്പോൾ എന്ത് വേദന വന്നാലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഡോക്ടേഴ്സും നഴ്സുമാരും എല്ലാം അടുത്തുണ്ട്. ഇതാകുമ്പം ഇത്രയും ദൂരം അതായത് വീട്ടിൽ നിന്ന് പൂക്കാട് നിന്ന് പരപ്പനങ്ങാടി എത്തുക എന്ന് പറഞ്ഞത് ഭയങ്കര ടാസ്ക് ആട്ടോ, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. രാത്രി ഉറക്കമില്ലാത്തൊരവസ്ഥ വന്ന്, പിന്നെ തലവേദന, പ്രഷർ കൂടുക, തലചുറ്റൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ എനിക്ക് ഡെലിവറി ടൈമിൻ്റെ ഈ പ്രഗ്നൻസി ടൈമിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം എനിക്കൊരു 9 എങ്ങനെയൊക്കെയോ കടിച്ച് പിടിച്ച് ഞങ്ങളൊരു 35 ആഴ്ച എത്തിയപ്പോൾ എനിക്ക് ഏകദേശം ഒരു എന്താ പറയുക ഒരു സമാധാനം തന്നെ പറയാം. കാരണം 28 ആഴ്ച ആയപ്പോൾ ഞാൻ വിചാരിച്ചു ഈശ്വര ഒരു 32 ആഴ്ചയായി കുറച്ചുകൂടി ഒന്ന് ബെറ്റർ ആവുമല്ലോ, കുട്ടീൻ്റെ വളർച്ചയും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ടാവുമല്ലോ എന്നൊക്കെ വിചാരിച്ച്. അപ്പോൾ അങ്ങനെ 32 ആഴ്ചയായി, പിന്നെ അത് 34 ആഴ്ചയായി. അങ്ങനെ ഓരോ ആഴ്ച കഴിയുമ്പോൾ എനിക്ക് സമാധാനമായി വരും. പക്ഷേ ഈ സമയത്തൊന്നും നമുക്ക് ദിവസം പോകുന്നേ ഇല്ല. ഓരോ ദിവസവും ഞാൻ ടൈമും മണിക്കൂറും വെച്ച് വരെ എണ്ണി നിന്ന ദിവസങ്ങളുണ്ടായിരുന്നു. അങ്ങനെ 35 ആഴ്ച സ്റ്റാർട്ട് ചെയ്ത് ഒരു 3 ദിവസത്തേനായിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പം എനിക്ക് ഭയങ്കര വേദന വന്നു, നടുവിന് ഭയങ്കര വേദന വന്നു. അപ്പോൾ അന്നൊരു സൺഡേ ആയതുകൊണ്ട് തന്നെ ഇറങ്ങിപ്പാലം ഡോക്ടർ ആരും ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ നേരെ കോട്ടപ്പറമ്പ് ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സ് ഈ എന്താ പറയുക ഗൈനക്കിൻ്റെ ഡോക്ടേഴ്സ് ആരുമില്ല, കുട്ടികളെ ഡോക്ടറേ ഉള്ളൂ. അപ്പോൾ ഡോക്ടർ കണ്ടപ്പോൾ ഡോക്ടർ വേഗം ഉള്ളൊക്കെ പരിശോധിച്ചു. അപ്പോൾ ഡോക്ടർ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, പക്ഷേ അഡ്മിറ്റ് ആവണം എന്ന് പറഞ്ഞു. അവിടെ അഡ്മിറ്റ് ആവാൻ പറ്റൂല, നേരെ കോളേജിലേക്ക് ആക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ സ്വാഭാവികമായിട്ടും ഞങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പരപ്പനങ്ങാടിയാണല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങൾ പറഞ്ഞു വേണ്ട, ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോവുകയാണെന്ന് പറഞ്ഞ്. അപ്പോൾ അവരാദ്യം സമ്മതിച്ചിട്ടൊന്നുമില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ പേപ്പറിലൊക്കെ എഴുതി കൊടുത്തതിന് ശേഷമാണ് ഞങ്ങളെ വിട്ടത്. അപ്പോൾ നേരെ ഹോസ്പിറ്റലിൽ പോയി. അവിടെ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു അഡ്മിറ്റ് ആവണം. എനിക്ക് ഏപ്രിൽ 14-നാണ് ഡേറ്റ് വേണ്ടത്. അപ്പോൾ ഒരു മാർച്ച് 9-ന് ഞങ്ങൾ അഡ്മിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ സ്കാനിങ് ചെയ്തപ്പോൾ പറഞ്ഞു 19-ന് മാർച്ച് 19-ന് അടുത്ത സ്കാനിങ് വരുന്നത്, 9-ാം മാസത്തെ സ്കാനിങ് വരുന്നത് അപ്പോഴാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ മുന്നേ എനിക്ക് ഭയങ്കര വേദന ഇങ്ങനെ വന്നും പോയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. 2 ദിവസം കഴിഞ്ഞപ്പോൾ സ്കാനിങ് എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു കുട്ടിക്ക് വെയിറ്റ് കൂടിയിട്ടുണ്ട്, അതായത് പിന്നെ ഫ്ലൂയിഡ് അമ്നിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ ലെവൽ കൂടിയിട്ടുണ്ട്, കുറച്ചധികം ആയിട്ടുണ്ട്. പിന്നെ ടെസ്റ്റിലൊക്കെ അതായത് എനിക്ക് ഷുഗർ, BP, യൂറിക് ആസിഡ് എന്ന് വേണ്ട എല്ലാ സാധനവും കൂടി ഒരേ ടൈമിൽ കൂടി. അപ്പോൾ പെട്ടെന്ന് സർജറി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ മാർച്ച് 19-ന് സ്കാനിങ്ങിന് കാത്തു നിൽക്കാണ്ട് ഡോക്ടർ പറഞ്ഞു മാർച്ച് 17-ന് സിസേറിയൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഓക്കെ ആയി. അന്ന് രാവിലെ 17-ാം തീയതി രാവിലെ ഒരു 8 മണിക്ക് ഒരു 8-8:30 ആയിട്ടുണ്ടാവും അങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിൽ പോയപ്പോൾ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പോയപ്പോൾ പിന്നെ ഒരു വിവരം വരെ അറിയുന്നില്ല. പക്ഷേ അവിടെ ഡോക്ടർ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ എൻ്റെ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി കുറേ ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 12 മണീൻ്റെ അടുത്ത് ആയിട്ടുണ്ടായി.
അപ്പോൾ കുഴപ്പമില്ല, സിസ്റ്റർ വന്ന് നല്ല പറയാതിരിക്കാൻ പറ്റില്ല, നല്ല അടിപൊളി കെയറിങ് ആണ് അവിടെ. പിന്നെ നല്ല എല്ലാം ഈ ഓപ്പറേഷൻ തിയേറ്ററിലെ സ്റ്റാഫ് മുതൽ ചെറിയ ക്ലീനിങ് സ്റ്റാഫ് മുതൽ ഈ ഡോക്ടേഴ്സ് വരെ നല്ല ബിഹേവിയർ ആട്ടോ എല്ലാവരും. അപ്പം അത്രയും നല്ല കെയറിങ് ആയിട്ട് മോളെ പേടിക്കേണ്ട അങ്ങനത്തെ രീതിയിൽ നല്ല ഒരു ചീത്തയോ കാര്യങ്ങളോ ദേഷ്യമോ ഒന്നും പിടിക്കുന്നില്ല കേട്ടോ. അപ്പോൾ അത്രയും നല്ലൊരു ഇത് എനിക്ക് അവിടെ നിന്ന് കിട്ടിയത്. അങ്ങനെ ഹോസ്പിറ്റലിൽ സർജറീൻ്റെ റൂമിൽ കയറ്റി ഇരുത്തി. അപ്പോൾ ഡോക്ടർ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അനസ്തേഷ്യ തന്നു. അനസ്തേഷ്യൻ്റെ ഡോക്ടർ വന്ന് കുഴപ്പമില്ല പേടിക്കേണ്ടതൊക്കെ പറഞ്ഞെങ്കിൽ വലിയ വേദന അനസ്തേഷ്യക്ക് ഉണ്ടായിട്ടില്ലേന്. അപ്പം എല്ലാം ഒരു പിന്നെ ഞാൻ കേൾക്കുന്നത് എന്താ വെച്ചാൽ ആൺകുട്ടിയാണ് എന്നുള്ളൊരു ഞാൻ എവിടെയോ മൈൻഡിൽ കൂടെ പോയിട്ടുണ്ടതിന്. അപ്പം ഡോക്ടറാണോ സിസ്റ്ററാണോ ആരാന്നറിയില്ല. പിന്നെ വാവേനെ കൊണ്ട് എൻ്റെ മുഖത്തിൻ്റെ അടുത്ത് ഇവിടെ മുഖത്തിൻ്റെ ഈ സൈഡിൽ ഇങ്ങനെ വെച്ചിട്ട് എന്നോട് പറഞ്ഞു ആൺകുട്ടിയാട്ടോ പിന്നെ കണ്ടോന്ന് വെച്ചു. അപ്പോൾ എനിക്ക് കാണുന്നുണ്ടെങ്കിൽ കൂടെ ഒരു ഈ അനസ്തേഷ്യൻ്റെ ഒരു ഇതിലാണോ എന്നറിയില്ല, ഒരു മഞ്ഞ രീതിയിലാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെ 3 പ്രാവശ്യമൊക്കെ അവളിങ്ങനെ ഉമ്മ വെച്ചത് എനിക്ക് ഇപ്പോഴും ആ വാവേൻ്റെ ആ സ്മെല്ലും എല്ലാം കൂടെ ഈ ഇവിടെ നിന്ന് ഇങ്ങനെ ഇപ്പോഴും ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരവസ്ഥയാട്ടോ അത്. അപ്പോൾ ആ 3 പ്രാവശ്യം വാവേനെ കൊണ്ട് ഇവിടെ അങ്ങനെ ഉമ്മ വെച്ചത് എനിക്ക് ഓർമ്മ. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് കുഞ്ഞിനെ എൻ്റെ കൈമ കൊണ്ടെത്തുന്നു. പക്ഷെ എനിക്ക് വലുങ്ങനെ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ ഈ സ്റ്റിച്ചിൻ്റെ വേദന കാരണം. പക്ഷേ അത് എന്താ പറയുക, വല്ലാത്തൊരു ഫീലിംഗ് ആണത്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചൊരു കാര്യമാണ് വാവേനെ കിട്ടണം, ഒരു കുഞ്ഞുവാവ ഉണ്ടാവണം എന്നുള്ളത് അത്രയും ഞങ്ങൾ പ്രാർത്ഥിച്ചൊരു കാര്യങ്ങളാണ്. അങ്ങനെ ഞങ്ങൾ 2 ആളെയും സ്വപ്നം അന്ന് മാർച്ച് 17 ആ ഒരു ദിവസം ഞങ്ങൾ 2 ആളെ സ്വപ്നം. അപ്പം ഞാൻ പറയുകയാണ്, മക്കളില്ലാത്ത എല്ലാവർക്കും ദൈവം അനുഗ്രഹിച്ച് കൊടുക്കണം എന്നൊരൊറ്റ പ്രാർത്ഥന എനിക്ക് അന്ന് അവിടുന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. കാരണം ഈ ഒരു സന്തോഷം ഞാൻ അറിഞ്ഞ ആളാണ്. ഇത്രയും 10 കൊല്ലത്തിന് ശേഷമുള്ള ആ ഒരു സന്തോഷം ഞാൻ അറിഞ്ഞ ആളാണ്. പോയി കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ വാവ സുഖമായിട്ടിരിക്കുന്നു. 6 മാസമായി, മാറി, ഇപ്പം സുഖം, സന്തോഷം. ഓക്കെ, അത്രയേ ഉള്ളൂ കേട്ടോ.